കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പേരാമ്പ്ര മുതുകാട് എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളി ബാബുവിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കാട്ടാനാക്രമണത്തിൽ ബാബുവിന്റെ നെഞ്ചിനും വാരിയലിനും പരിക്കേറ്റതായി ബന്ധുവും സഹപ്രവർത്തകനും കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഒരു 2-3 ആനകൾ വന്നിട്ടെന്നാണ് പറഞ്ഞത്. ഇവർ ഓടിച്ച് വിട്ട് ആന വീണ്ടും തിരിച്ച് ഇവർക്കുള്ള വരി ഈ ബാബുവിനെ വരിയിൽ ചവിട്ടി. അപ്പോൾ വാരിയലിൽ 2 സൈഡിലെയും വാരിയൽ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് ഇപ്പം ട്യൂബിട്ടിട്ട് അതിൻ്റെ നീര് വലിച്ചെടുക്കുന്ന ഇപ്പോൾ ഒരു സർജറി ചെയ്തതാണ്. ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തിട്ടുണ്ട്. ലെൻസിലേക്ക് വീണ്ടും ബ്ലഡ് ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പ്രാഥമികമായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് മാത്രമേ ചെയ്തിട്ടുണ്ട്. ഈ ട്യൂബിട്ട് നീര് വലിച്ചെടുക്കുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്ഥിരമായിട്ട് കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വേറൊരാളെ ആക്രമിച്ചത് കേസ് തൊഴിലാളിയാണ്, ടാപ്പിംഗ് തൊഴിലാളിയാണ്. രണ്ടുപേരും ടാപ്പിംഗ് തൊഴിലാളിയാണ്. ഇന്നലെ ഇത് സംഭവിക്കുമ്പോൾ ഒരു 10-10:15 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോൾ ആനേനെ പടക്കം പൊട്ടിച്ച് ഓടിക്കലാന്ന് സാധാരണ. അങ്ങനെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നതിനിടയിൽ ആന ഇങ്ങോട്ട് വരികയത്. അപ്പം രണ്ടുപേരും ഓടി മൂപ്പരെ പിന്നെ ഞാൻ മുമ്പിലോടി, പുറകെ മൂപ്പരെ വന്ന് തട്ടി ഇട്ട് ചവിട്ടി. അതിൻ്റെ ആന പുറകെ വന്നിട്ട് തട്ടിയിട്ട് പിന്നെ ചവിട്ടി കളഞ്ഞു. ഇവിടെ പിന്നെ ഇവിടുത്തെ ഈ എല്ലിന് പൊട്ടുണ്ട്. ഇവിടെ ആനേൻ്റെ കൊമ്പ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇവിടെ ഒരു ചെറിയൊരു തുള പോലെ ഒരു മുറിവുണ്ട്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. നെഞ്ചിനും വാരിയലിനുമാണ് പരിക്കേറ്റത്. എന്താണ് ബാബുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, ഈ ബാബുവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എരട്ടൂർ സ്വദേശിയാണ് ബാബു. ഇന്നലെ രാത്രി 10:30 ഈ ഒരു കാട്ടാന ആക്രമണം നേരിടേണ്ടി വരുന്നത്. പേരാമ്പ്ര മുതുകാട് എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ബാബു സുഹൃത്ത് ബിനുവിനൊപ്പം അവിടെ രാത്രി കാവൽ ചുമതലയിൽ ആയിരുന്നു. അങ്ങനെ രാത്രി കാവലിൻ്റെ ചുമതല അവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ്. അവിടെ കൃത്യമായ ഒരു നൈറ്റ് വാച്ച്മാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവർ തന്നെയാണ് ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്. അങ്ങനെ അതിൻ്റെ ഭാഗമായി പലപ്പോഴും ഇവർക്ക് ഈ അവിടെ കാട്ടാന ഇറങ്ങാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർ പടക്കം പൊട്ടിച്ച് തിരികെ ഓടിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇന്നലെ പതിവ് പോലെ കാട്ടാന ഇറങ്ങുകയും അങ്ങനെ ഇറങ്ങിയ കാട്ടാനയെ തിരികെ ഓടിക്കുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ പടക്കം പൊട്ടിച്ച് കാട്ടാന കുറച്ചു ദൂരം ഓടി. പക്ഷേ അതിനുശേഷം കാട്ടാന ഇവർക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടി ബിനുവും ബാബുവും തിരിച്ച് ഓടാൻ തുടങ്ങിയെങ്കിലും അങ്ങനെ ഒരുപാട് ദൂരം മുന്നോട്ടോടി. പക്ഷേ ബാബുവിൻ്റെ പിന്നാലെ ആന കുതിച്ചെത്തി. ആന ബാബുവിനെ തട്ടിയിടുകയും ബാബുവിൻ്റെ നെഞ്ചിലും വാരിയലിലും ചവിട്ടുകയുമാണ് ഉണ്ടായത്. വാരിയലിൽ രണ്ട് ഭാഗത്തെയും വാരിയലുകൾക്ക് പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നെഞ്ചിൽ, പ്രത്യേകിച്ച് ലങ്സിൽ നിന്നും ഈ രക്തസ്രാവം ഉണ്ടാകുന്നുണ്ട്. അബോധാവസ്ഥയിലല്ല ബാബു ഉള്ളത്, തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അത് എന്ന് കരുതി അബോധാവസ്ഥയിലല്ല എന്ന് കരുതി ഗുരുതരം അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ലങ്സിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ലങ്സിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം. ലങ്സ് അത് മെച്ചപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. ഇനിയും കുറച്ചുകൂടി ആരോഗ്യം മെച്ചപ്പെടേണ്ടതുണ്ട്. CT സ്കാൻ അടക്കമുള്ള സ്കാനിങ്ങിനൊക്കെ വിധേയമാക്കാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബാബുവിനെ CT സ്കാനിങ്ങിന് വിധേയമാക്കും എന്നാണ് ബന്ധുവും സഹപ്രവർത്തകനും ഒക്കെ വ്യക്തമാക്കുന്നത്. ഈ ഒരു എസ്റ്റേറ്റിൽ, സർക്കാർ എസ്റ്റേറ്റാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ ഉള്ളത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എസ്റ്റേറ്റാണ് പേരാമ്പ്ര മുതുകാടുള്ളത്. ഇവിടെ നേരത്തെയും കാട്ടാന ആക്രമണം നടന്നിട്ടുണ്ട് എന്നതാണ്. അതിനൊരു പരിഹാരമുണ്ടാക്കാൻ സർക്കാർ സംവിധാനത്തിനോ വനം വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ഇരയായി മാറുകയാണ് ബാബു എന്നുള്ളതാണ്. ബാബു എത്രയും പെട്ടെന്ന് തന്നെ ആരോഗ്യം വീണ്ടെടുത്ത് വരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അരുണിമ, എന്തായാലും കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ബാബുവിന്റെ ആരോഗ്യനില മെച്ചപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.